മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിക്കും മുസ്ലിം ലീഗ് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർക്കും എതിരെ ഉയർന്ന സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഡിവൈഎഫ്ഐ പ്രക്ഷോഭത്തിലേക്ക്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് ഓഗസ്റ്റ് 1 രാവിലെ 10 മണിക്ക് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ തട്ടിപ്പ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരു സർക്കാർ ഫണ്ട് സ്വന്തം കീശയിലാക്കുക എന്നതിനെ സംബന്ധിക്കുന്ന ഒരു ഗവേഷണം നടന്ന ഒരു ഗവേഷണശാലയായി, ഗവേഷണ കേന്ദ്രമായി നമ്മുടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മാറിയിരിക്കുകയാണ്. സർക്കാരിൻ്റെ ഫണ്ട് സ്വന്തം കീശയിലാക്കുന്നത് എങ്ങനെയെന്ന ഗവേഷണം നടത്തുന്ന ഗവേഷണശാലയായാണ് ഇപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മാറിയിട്ടുള്ളത്. ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി തട്ടിപ്പ് നടത്തിയത് മാത്രമല്ല, സർക്കാരിൻ്റെ പണം, പൊതുപണം, എൻ്റെയും നിങ്ങളുടെയൊക്കെ നികുതി പണം, ആ നികുതി പണമാണ് ഇവിടെ വെട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ആ വെട്ടിപ്പ് നടത്തുന്നതിന് നേതൃത്വം നൽകിയ മുഴുവൻ ആളുകൾക്കെതിരായിട്ടുള്ള ശക്തമായ സമരമാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. ഡിവൈഎഫ്ഐ ഈ വിഷയത്തിൽ ശക്തമായ സമരത്തിന്, പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുകയാണ്. നിക്ഷേപകർ പണം കൈമാറിയത് ജില്ലാ പഞ്ചായത്ത് ഓഫീസിലും ഫ്രണ്ട് ഓഫീസിലും വെച്ചാണെന്ന് പരാതിക്കാർ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ അറിവോടുകൂടിയാണ് പണം കൈമാറിയതെന്ന പരാതി അതീവ ഗൗരവമുള്ളതാണെന്ന് ഡിവൈഎഫ്ഐ ചൂണ്ടിക്കാട്ടി. ഭരണസമിതി നേതൃത്വത്തിൽ നടന്ന ഈ സാമ്പത്തിക തട്ടിപ്പിൽ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗത്തിനെതിരെ മാത്രം മുസ്ലിം ലീഗ് സംഘടന നടപടിയെടുത്ത് പ്രശ്നം ലഘൂകരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഡിവൈഎഫ്ഐ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്ത് ബോർഡ് യോഗത്തിലേക്ക് ഒരു പ്രതിഷേധ സമരം, ഉപരോധം നടത്തുന്ന സ്ഥിതിയുണ്ടായി. ബോർഡ് യോഗം ഉപരോധിക്കുന്ന സ്ഥിതിയുണ്ടായി. തുടർന്ന് ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ, ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇനി 1-ാം തീയതി ജില്ലാ പഞ്ചായത്തിലേക്ക് യുവജന പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. ഇതിൻ്റെ തുടർച്ചയിൽ ഈ വിഷയത്തിൽ വളരെ കൃത്യമായ പരാതിയുള്ള ധാരാളം ആളുകളുണ്ട്. ആ ആളുകളെല്ലാം പരാതികളുമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ധൈര്യം പകർന്നുകൊണ്ട്, അവരോടൊപ്പം നിന്നുകൊണ്ട് ഈ കൊള്ളക്കെതിരായിട്ടുള്ള, ഈ തട്ടിപ്പിനെതിരായിട്ടുള്ള ശക്തമായ നിലപാടുമായി ഡിവൈഎഫ്ഐ മുന്നോട്ട് പോകും. ഒരാൾക്കു മാത്രം പങ്കുള്ള ഒന്നല്ല ബിനാമി കമ്പനി രൂപീകരിച്ചുള്ള കോടികളുടെ തട്ടിപ്പ്. ജില്ലാ പഞ്ചായത്തിലെയും മുസ്ലിം ലീഗിലെയും ഉന്നതർക്ക് തട്ടിപ്പിൽ പങ്കുണ്ടെന്നും മുസ്ലിം ലീഗ് നേതൃത്വത്തിന് നേരിട്ട് പങ്കുള്ള സാമ്പത്തിക തട്ടിപ്പായതിനാൽ ഇത് ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ലെന്നും ഡിവൈഎഫ്ഐ ഭാരവാഹികൾ പറഞ്ഞു. അഴിമതിയുടെ വിളനിലമായി ജില്ലാ പഞ്ചായത്ത് മാറിയിരിക്കുകയാണെന്നും ഒരു പഞ്ചായത്ത് അംഗത്തിനെതിരെ മാത്രം സംഘടനാ നടപടിയെടുത്ത് തട്ടിപ്പുകാരെ സംരക്ഷിക്കുന്ന മുസ്ലിം ലീഗിനും കൊള്ളസംഘമായി മാറിയ ജില്ലാ പഞ്ചായത്തിനും എതിരായി അതിശക്തമായ പ്രക്ഷോഭം വരും ദിവസങ്ങളിൽ ഡിവൈഎഫ്ഐ ഉയർത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ ഭരണസമിതി രാജിവെക്കുക എന്നതാണ് ഇത്രയും വലിയൊരു അഴിമതിയെ സംബന്ധിച്ചാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഒരു ഭരണസമിതി തന്നെ തട്ടിപ്പിന് നേതൃത്വം നൽകുകയാണ്. ആ ഭരണസമിതി തന്നെ തട്ടിപ്പിന് നേതൃത്വം നൽകുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അവർക്ക് ഈ ചുമതലകളിൽ തുടരാൻ അർഹതയില്ല എന്നതാണ് ജനാധിപത്യ മര്യാദ. ആ മര്യാദ പാലിക്കാൻ അവർ തയ്യാറുണ്ടോ എന്നതാണ് അവർ പറയേണ്ടതായ കാര്യം. ഏതായാലും ഡിവൈഎഫ്ഐ ഈ വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുകയാണ്. വരും ദിവസങ്ങളിൽ തുടർച്ചയായ സമരവുമായി ഡിവൈഎഫ്ഐ മുന്നോട്ട് വരും എന്നതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. വാർത്താ സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ ശ്യാംപ്രസാദ്, പ്രസിഡന്റ് പി ഷബീർ, CM സിബില എന്നിവർ പങ്കെടുത്തു. TCN മലപ്പുറം.